എന്റെ പൊന്നടാ ഇഷ്ടം പോലെ ഐറ്റം. ദേണ്ടേ തിരക്ക് കണ്ടില്ലേ? ഇങ്ങനൊരു ചായക്കട കേരളത്തിൽ തന്നെ വേറെ കാണില്ല. ഒരു പഞ്ചായത്തിലെ അല്ല, ഒരു ജില്ലയിലെ തന്നെ ആളുകൾ ഈ ചായക്കടയിലുണ്ട്. ഒരു ലോഡ് എണ്ണക്കടികളുമായി ഇവർ വന്നാൽ മഴയല്ല വെയിലല്ല ഏത് സമയത്തും ആളുകൾ കൊണ്ടുകയറും. കുട്ടനാടുള്ള മനോഹരമായ ഈ സ്ഥലത്ത് ഒരു ചായ കുടിക്കാനായി അന്യദേശത്തിലുള്ളവർ പോലും എത്താറുണ്ട്. അത്രയ്ക്ക് മനോഹരമാണ് ഇവിടെ. ഹായ്, നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട്ടിലാണ് കേട്ടോ. നല്ല കിടിലം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴക്കാർക്ക് എല്ലാം പരിചിതമായിട്ടുള്ളൊരു ചായക്കടയാണ് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത്. ഇത് ആലപ്പുഴ ജില്ലയിൽ മുട്ടാറ് ഗ്രാമപഞ്ചായത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള ചായ ദുക്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പാണ്. ഇവിടെ ചായയുടെ കുറേയധികം വെറൈറ്റികളുണ്ട്. നമ്മുടെ ഐറ്റം ഒക്കെ ഒന്ന് കാണിച്ചു ഒന്ന് പൊക്കിക്കേ. എന്റെ പൊന്നടാ ഇഷ്ടം പോലെ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടിലൻ ഒരു കടയാണ് കേട്ടോ. നമ്മളെ എല്ലാം വീട്ടിലാണ് ഉണ്ടാക്കുന്നത്. എല്ലാം നമ്മുടെ വീട്ടിലാണ് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നത്. പുറത്തുനിന്ന് ഒരു സാധനങ്ങളില്ല. ഈ ബണ്ണ് വരെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ്. ബണ്ണ് വരെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഇത് ഇങ്ങനെ ഒരു ആശയം എങ്ങനെ തോന്നിയത്? ഇത് അനിയൻചാരാണ് ഇതിന്റെ പ്രിപ്പറേഷൻ മൊത്തം. അതെ. അവൻ ഗൾഫിലായിരുന്നു, ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ച ഗൾഫിലായിരുന്നു. അപ്പൊ അവിടുന്ന് പോയി പഠിച്ചാണ് കടികളൊക്കെ. നമ്മുടെ മലബാറിന്റെ കുറെ അധികം സ്നാക്സുകൾ ഉണ്ടല്ലേ? മൊത്തം മലബാർ സ്നാക്സ് ആണ്. മലബാർ സ്നാക്സ് ആണ്. നമ്മളുടെ ആലപ്പുഴ ജില്ലയാണിത്. ആലപ്പുഴ ജില്ലയില് നമ്മൾ കറക്റ്റ് സ്ഥലം മുട്ടാർ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രാമപഞ്ചായത്തിന്റെ ഫ്രണ്ടില് ഇങ്ങനെ ഒരു കട ഇവിടെ തുടങ്ങിയിട്ട് ഇപ്പൊ 2 വർഷമായി. എങ്ങനെയുണ്ട് നാട്ടുകാരുടെ റെസ്പോൺസ് ഒക്കെ? നല്ല സഹകരണമാണ്. എനിക്ക് നാട്ടുകാരല്ല ഇവിടെ വരുന്നത്. കൂടുതലും നമുക്ക് പുറത്തുനിന്നുള്ള ആൾക്കാരാണ് വരുന്നത്. പുറത്തുനിന്നുള്ള ആൾക്കാരാണ് വരുന്നത്. നമുക്ക് കോട്ടയം പല ജില്ലകളിൽ നമുക്ക് ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. ഒരു കാര്യം പറയേണ്ടത്, നിങ്ങളുടെ ഈ സ്ഥലം വളരെ ഗംഭീരമായിട്ടുള്ള സ്ഥലമാണ്. വളരെ മനോഹരമായ സ്ഥലമാണ്. മഴ ആയതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു കാലാവസ്ഥ. അല്ലെങ്കിൽ നല്ല തിരക്കായിരുന്നു വരുന്ന സമയമായി. നല്ല തിരക്ക്. നമ്മുടെ ഐറ്റംസ് എന്തൊക്കെയാണ്? മെയിൻ ആയിട്ടുള്ള ഐറ്റംസ് നമുക്ക് ചിക്കൻ ബീഫ് കട്ട്ലേറ്റ്സ് ഉണ്ട്. ഫിഷ് വരുന്നുണ്ട്. ഫിഷിന്റെ കട്ട്ലേറ്റ് ഉണ്ട്. എല്ലാ ദിവസവും ഇല്ല, അത് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. പിന്നെ എഗ്ഗി ചിക്കൻ ഉണ്ട്. എഗ് ബോക്സ്, മലബാർ പപ്സ്, അല്ലെങ്കിൽ സൽക്കാരപ്പെട്ടി എന്നൊക്കെ പറയുന്ന ഐറ്റം. അതായത് ആലപ്പുഴക്കാർ കാണാത്ത കുറെ മലബാർ വിഭവങ്ങൾ എല്ലാം കോർത്തിണക്കി ഓരോ ദിവസം പുതിയ ഐറ്റംസ്. പുതിയ ഐറ്റംസ്. നിങ്ങൾ ഇതിന്റെ പരിപാടിയൊക്കെ എപ്പോൾ സ്റ്റാർട്ട് ചെയ്യും? ചെയ്യാൻ തുടങ്ങും? ഇത് നമ്മൾ വെളുപ്പിന് ഒരു 5 മണിക്ക് തുടങ്ങും. 3 മണിക്ക് നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആവും. 3 മണിക്ക് ഷോപ്പ് ഓപ്പൺ ആണ്. ചായ ദുക്കാൻ. അതുപോലെ നമ്മുടെ ചായയുടെ വെറൈറ്റികൾ നമുക്ക് 10-20 വെറൈറ്റി ചായസ് ഉണ്ട്. ഫ്ലേവർ ടീസ് ഉണ്ട്. മിൽക്ക് ആണ്, വാനില, ചോക്ലേറ്റ്, പിസ്ത, സ്ട്രോബെറി ഫ്ലേവർ ടീസ്. പിന്നെ ഹോട്ട് ചോക്ലേറ്റ് ഉണ്ട്, മസാല, ഏലക്ക, ബൂസ്റ്റർ കോഫി, ബൂസ്റ്റർ ടീ, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. ഒരു ചായക്കട അന്വേഷിച്ച് നടക്കുന്ന ചായപ്രേമികൾക്ക് പറ്റിയൊരു കടയാണ്. ഇവിടെ 2 പേര് കിടന്ന് കഷ്ടപ്പെടുകയാണ് കേട്ടോ. ഒരാളെ കാണിച്ചു തരാം. ഒരു മഞ്ഞ, ഇതൊരു ചുമല, ഇതിനകത്തൊരു നമ്മുടെ മോനുണ്ട്, പാലക്കാടുകാരനാണ്. മോനെ പേരെന്തുവാ? പലഹാരങ്ങളുടെ ഒരു കലവറ തന്നെ ഉണ്ട് കേട്ടോ. അവിടെ ഇരിക്കുന്നതിൻ്റെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഒരുപാട് ഐറ്റംസ് സാധനങ്ങൾ അവിടെ ഉണ്ട്. ഇതെല്ലാം കൂടെ ആര് കഴിച്ചു തീർക്കാനാ? ഇവരുടെ വെറൈറ്റി കുറേ അധികം കാര്യങ്ങളാണ് നിങ്ങളിത് കാണുന്നത്. നമ്മുടെ ആലപ്പുഴയിൽ തന്നെ ചായപ്രേമികൾക്ക് പറ്റിയിട്ടുള്ളൊരു കടയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ സൈഡിൽ നിന്ന് തുടങ്ങണം, കാരണം അത്രത്തോളം ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ ആര് തിന്നാനടേ? മഴയായതുകൊണ്ട് തന്നെ, മഴക്കാലാവസ്ഥ ആകുമ്പോൾ അറിയാമല്ലോ, തിരക്കിച്ച് കുറയാം. പക്ഷേ ആൾക്കാർ മഴയായിട്ട് പോലും വരുന്നുണ്ട്. പുറത്തുനിന്നുള്ള ആൾക്കാർ കൂടുതലായിട്ട് വരുന്നൊരു ഷോപ്പാണ് കേട്ടോ. മലബാറിലെയും ആ ഭാഗത്തേക്ക് പലഹാരങ്ങളെ കോർത്തിണക്കി കൊണ്ടുള്ള കടയാണ്. സംഭവം കഴിച്ച സാധനത്തിന് അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ മിക്കവാറും വീഡിയോ ചെയ്യുമ്പോഴേ ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് വീഡിയോ ചെയ്തിട്ടില്ല. ഈ ഒരു കാലാവസ്ഥ നിന്നിട്ട് മഴയും ആസ്വദിക്കാൻ പറ്റി. മനോഹരമായിട്ടുള്ള സ്ഥലത്ത് നിന്നിട്ടാണ് ഈ ഫുഡ് കഴിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് ഈ വീഡിയോ എത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് കഴിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണം പകുതി സാധനങ്ങൾ ഞാൻ ഏൽപ്പിച്ചത് ഇവരെയാണ് കേട്ടോ. അപ്പോൾ അവർ ഓരോന്നിൻ്റെ ടേസ്റ്റ് പറയും. എന്തുമായിരുന്നു കഴിച്ചത്? കിളിക്കൂട്. എങ്ങനെയുണ്ടായിരുന്നു കിളിക്കൂട്? നല്ലായിരുന്നു. പോക്കർ ഷവർമ എനിക്ക് തന്ന സാനിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടുകാർ കൂടിയാണ്, ഹരിപ്പാടുകാരാണ് അല്ലേ? മിക്കവാറും കടകളിലൊക്കെ പോകാറുള്ള. അത് സാനിയണ്ണൻ കാരണമാണ് ഞങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരാൻ തുടങ്ങിയത്. കാരണം അണ്ണൻ പലതരം രുചികൾ തേടി പോകുന്ന പോലെ തന്നെ ഞങ്ങളെ ഇത് ദൃശ്യമാധ്യമത്തിലൂടെ ഞങ്ങളെ ഇത് കാണിച്ചു തരാനുള്ള സാഹചര്യം ഉണ്ടായതുകൊണ്ട് ഞങ്ങളും ഇത് തേടി പുറകിൽ വരാൻ തുടങ്ങി. സ്ഥിരമായി ഇതെല്ലാം സഞ്ചരിച്ച് കഴിക്കുന്ന എൻ്റെ ഒരു കൂട്ടുകാരനാണ് ഈ ആള്. ഇദ്ദേഹത്തെ ഞാൻ ഹരിപ്പാട് വെച്ച് പരിചയപ്പെട്ടുള്ള. ഞാൻ ഒരു ചായപ്രേമി ആയതുകൊണ്ട് തന്നെ ഹരിപ്പാട് അമ്മയുടെ സ്ഥാപനത്തിൽ വെച്ച് നമ്മൾ മിക്കവാറും കാണാറുണ്ട്. എന്തോ കഴിച്ചെന്തുമായിരുന്നു?
എന്തോ ഒരു സാധനം നമ്മൾ കഴിച്ചല്ലേ? ഒരുപാട് സാധനം ഉള്ളതുകൊണ്ട് എല്ലാത്തിന്റെ പേര് പറയാൻ അറിയത്തില്ല. എനിക്കും അറിയത്തില്ല, ഉള്ള കാര്യം പറയാമല്ലോ. കുഞ്ഞുറക്കമാണ്. എവിടെയെങ്കിലും പോയിട്ട് വരുവാണോ നിങ്ങള്? ഞങ്ങള് ഇടത്ത് വരെ വന്നതാ. എടുത്തു വരെ വന്നയാ. പിന്നെ മെയിൻ മോട്ടീവ് ഇവിടെ തന്നെ വരുവാന്നുള്ളത്. നമുക്ക് ഹരിപ്പാട് ഇങ്ങനെ ഒരു ചായക്കട തുടങ്ങിയാലോ? അടിയന്തരമായി ഇത് കൊണ്ടുവരണം അല്ലേ? ഇത്രയും വിഭവങ്ങൾ ഹരിപ്പാട് ഇപ്പം സ്ഥാപനങ്ങളിൽ ഇല്ല. നമുക്ക് എന്താണെങ്കിലും നമ്മുടെ ഇൻഫ്ലുവൻസ് വെച്ച് നമുക്ക് നോക്കാം അല്ലേ? ഹരിപ്പാട് ഇങ്ങനെ ഒരു സ്ഥാപനം നല്ലതായിരിക്കും ഒരിക്കലും. കാരണം എല്ലാ വിഭവങ്ങളുമായിട്ടേ ഇവിടെ എല്ലാം എനിക്കത് പുറത്തുനിന്നുള്ള ആൾക്കാരാണ് ഇവിടേക്ക് വരുന്നത്. കുറെ വെറൈറ്റി കൺഫ്യൂഷൻ ആയി, ഏത് എടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ആയി. നമ്മുടെ ഹരിപ്പാട് ഇതുപോലുള്ള ഐറ്റംസ് കണ്ടിട്ടില്ല. ഇടത്തുവല്ല വീടല്ലേ? മോന്റെ പേരെന്താ? മിലൻ. കിടിലം പേര്. മോന്റെ പേര് ഗോഡ്വിൻ. എല്ലാം പേര് അടിപൊളിയാണല്ലോ. ജിറ്റോ. ജിറ്റോയ്ക്ക് എന്നെ പരിചയമുണ്ട്. ജിറ്റോയുടെ വീട് എവിടാ? പുതുക്കരി. ആ മോന്റെ ക്രിസ്റ്റോ. എനിക്ക് വയ്യ. എന്തോ കഴിച്ച ഇപ്പം? പേര് നിനക്ക് പറയാൻ അറിയത്തില്ല അല്ലേ? പിന്നെ അതുകൊണ്ട് കൂട്ടുകാരനെ ഏൽപ്പിച്ചു. എന്തോ കഴിച്ചേ? കിളിക്കൂട്. ആ എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? എന്റെ വീഡിയോസ് ഈ കൂട്ടത്തിൽ എന്റെ വീഡിയോസ് എല്ലാവരും കാണുമോ? അപ്പൊ ഇനി കാണുമ്പോ വലിയൊരു സമ്മാനം തരാം കേട്ടോ. ഓക്കെ സന്തോഷം. അപ്പം നമ്മുടെ ചായ ദുക്കാനെ കുറിച്ച് പറയുകയാണെങ്കിൽ എങ്ങനെയുണ്ട്? നല്ല സ്ഥാപനമല്ലേ? വെറൈറ്റി ചായ കുടിക്കാൻ വരാം അല്ലേ? ലൊക്കേഷൻ മറന്നുകൊണ്ട് ആലപ്പുഴ ജില്ലയിൽ മുട്ടാർ ഗ്രാമപഞ്ചായത്തുണ്ട് തൊട്ടടുത്ത്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഈ ഒരു ചായ ദൂക്കാനുള്ളത്. ഒരു 3 മണിക്ക് തുറക്കും. 3 മണി മുതൽ നല്ല തിരക്കായിരിക്കും. ഇപ്പം മഴയായിട്ട് പോലും ആൾക്കാർ ബാക്കിൽ ചായ കുടിക്കാനുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇനി കഴിച്ചു തീർക്കണം.